ഗർഭിണികളായ ആളുകൾക്ക് ഇരുന്ന് നമസ്കരിക്കുന്നതിന് വിരോധമുണ്ടോ എന്ന്. സ്വാഭാവികമായും സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ നമസ്കാരം സഹിഹാവുകയില്ല. ഫർള് നിസ്കാരത്തിന്റെ കാര്യമാണ് പറയുന്നത്. എന്നാൽ സുന്നത്ത് നമസ്കാരത്തിന് കഴിവുള്ളതോടുകൂടി തന്നെ ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാലും നിസ്കാരം സഹിഹാകും, പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ കൂലി നേർ പകുതിയായി മാറും. കാരണമില്ലാതെ തന്നെ ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കാരം ശരിയാകും, കൂലി നേർ പകുതിയാകും. അതേ അവസരത്തിൽ ഫർള് നിസ്കാരമാവട്ടെ സുന്നത്ത് നിസ്കാരമാവട്ടെ, ഒരാൾക്ക് പ്രയാസങ്ങളുണ്ട്. പ്രയാസങ്ങളുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എങ്ങനെയാണോ നിസ്കരിക്കാൻ നിർവഹിക്കാൻ സാധിക്കുക അങ്ങനെ നിർവഹിക്കുക. നിൽക്കാൻ കഴിയില്ലേ, ഇരിക്കുക. ഇരിക്കാൻ കഴിയില്ലേ, കിടന്നുകൊണ്ട്. അതിൻ്റെതായ രീതി എന്താണോ ഒരാളുടെ കഴിവ്, അതാണ് അവിടെ നിർവഹിക്കുന്നതിന്റെ മാനദണ്ഡം. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടൂ, അവനെ സൂക്ഷിച്ച് ജീവിക്കൂ, നിങ്ങൾക്ക് കഴിവിന്റെ പരമാവധി. നമുക്ക് കഴിയുന്ന അത്ര, കഴിവിനപ്പുറം അള്ളാഹു നമ്മോട് കീർത്തിക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല. അതുകൊണ്ട് ഗർഭിണിയായി എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ആൾക്ക്, ഒരു സ്ത്രീക്ക് നിസ്കാരം ഇരുന്നു കൊണ്ട് നിർവഹിക്കാമെന്ന ഇളവൊന്നുമില്ല. ഫർള് നിസ്കാരങ്ങളിൽ അവർ നിൽക്കുക തന്നെ വേണം. എന്താണോ അവരുടെ കഴിവും കഴിവുകേടും അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ചില ഗർഭിണികൾക്ക് പ്രസവിക്കുന്നത് വരെയും അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ശരിക്കും നിൽക്കാൻ, റുക്കൂഅ് ചെയ്യാനും സുജൂദ് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലാത്തവരുണ്ടാകും. അതേ അവസരത്തിൽ ചില ആളുകൾക്ക് നിൽക്കാൻ പ്രയാസം ഉണ്ടാവും, അവർക്ക് വേണമെങ്കിൽ റുക്കൂഇനോ സുജൂദിനോ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വേറെ ചില ആളുകൾക്ക് നിൽക്കാൻ തന്നെ പ്രയാസം ഉണ്ടാകും. അങ്ങനെ എന്താണോ ഓരോരുത്തരുടെയും കഴിവും കഴിവുകേടും അത് അവരവരാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഗർഭിണിയാണ്, ഇപ്പൊ എനിക്ക് പ്രയാസാണ് എന്നൊക്കെ സ്വയം ഒരു തീരുമാനം അങ്ങ് എടുത്തിട്ട് നിൽക്കാൻ കഴിവുള്ളവർ ഇരുന്ന് നിസ്കരിക്കരുത്. ഫർളിന്റെ കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഫർള് നമസ്കാരത്തിൽ എപ്രകാരമാണോ ഒരാളുടെ കഴിവ്, എന്താണോ അയാൾക്ക് സാധിക്കുക, ഒരാൾക്ക് റുക്കൂഉ സുജൂദൊക്കെ പറ്റും, ഇരിക്കാനേ കഴിവില്ല, നിൽക്കണം. നിൽക്കാനാണോ കഴിവ്, നിൽക്കണം. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു കാര്യമാണ്. ഫർള് നിസ്കാരത്തിൽ ഒരാൾക്ക് എപ്രകാരമാണോ സാധ്യമാവുക, സാധ്യമാകുന്നത് അയാൾ അങ്ങനെ തന്നെ ചെയ്യണം. ഏതാണോ സാധ്യമാകാത്തത് ആ കാര്യം മാത്രം ഇളവ് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അതാണ് ആ വിഷയത്തിൽ ഗർഭിണികളാണെങ്കിലും മറ്റു രോഗികളാണെങ്കിലും മറ്റാരാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത്. ഗർഭം ഒരു രോഗമല്ല. ഗർഭിണിയായി എന്നുള്ളത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ഇളവല്ല. ഇതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. അതേ അവസരത്തിൽ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഫർളാവട്ടെ സുന്നത്താവട്ടെ ഒരാൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഇരുന്നും കിടന്നൊക്കെ നിർവഹിക്കുന്നതെങ്കിൽ കൂലി കുറയൊന്നുമില്ല, പരിപൂർണമായ പ്രതിഫലം തന്നെ കിട്ടും. എന്നാൽ കഴിവുള്ളതോടുകൂടെയാണ് ഒരാൾ സുന്നത്ത് നിസ്കാരം മാത്രം അത് ഇരുന്നു കൊണ്ടൊക്കെ നിർവഹിക്കുന്നതെങ്കിൽ പകുതി പ്രതിഫലമേ ലഭിക്കുകയുള്ളൂ.